പ്രതിപക്ഷത്തിരിക്കാനായിരിക്കും സാധ്യത ഇന്ത്യ സഖ്യം എന്നുള്ള സൂചനകൾ വരുന്നു. ഒരു സർക്കാർ രൂപീകരണത്തിന്റെ സാധ്യതയിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകളല്ല ഖാർഗെയുടെ വാക്കുകളിൽ നിന്ന് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നു ഡൽഹിയിൽ നിന്ന് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ വിട്ടു പറയാതെ കൂടിയാണ് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞത്. ഇന്ത്യയുടെ മോദിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനുള്ള മറുപടിയാണ് ഇന്ത്യ മുന്നണി നേടിയ വിജയമെന്ന് ആവർത്തിക്കുമ്പോഴും കൂടുതൽ നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ള സൂചനകൾ. റൈറ്റ്, കിരൺ ബാബു, മറ്റു മല്ലികാർജ്ജുൻ ഖാർഗെ ഒഴികെ വേറെ മറ്റു നേതാക്കന്മാരും പ്രതികരിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സർക്കാർ സാധ്യതയിലേക്ക് കടക്കാതെ പ്രതിപക്ഷത്തിരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യ മുന്നണി ഒരു സർക്കാർ സാധ്യതയിലേക്ക് പോയേക്കും, അത്തരത്തിലുള്ള വിലപേശലുകൾ നടത്തിയേക്കുമെന്നുള്ള സാധ്യതകളെ തള്ളുന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? പൂർണ്ണമായിട്ടും അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? ഒരു ശക്തമായ പ്രതിപക്ഷമായി നിൽക്കുക, അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പ് സ്വയം പരിശോധിക്കുക, കൂടുതൽ ശക്തമായി ജനങ്ങൾക്ക് മുന്നിൽ ആ ആശയം നൽകുക, ഇതൊക്കെ ആയിരിക്കുമോ ഉദ്ദേശിക്കുന്നുണ്ടാകുക ഇന്ത്യ മുന്നണി? അപർണ, പ്രധാനമായും രണ്ട് സാധ്യതകളാണ് ഇതിന് മുന്നിലുള്ളത്. ഒന്ന്, ഇങ്ങനെ ഒരു ഇന്ത്യ സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കരുതുക. അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അത് അതീവ രഹസ്യമായി നടത്തേണ്ട അത്തരം ഒരു നീക്കമാണ്. അത്തരം ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ പ്രധാനമായും കോൺഗ്രസോ SP-യോ അല്ലെങ്കിൽ RJD-യോ പോലുള്ള 1, 2, 3 പാർട്ടികൾ, DMK, തൃണമൂൽ കോൺഗ്രസ്, അങ്ങനെ തുടങ്ങിയ 4, 5 പാർട്ടികൾ മാത്രം ചേർന്ന് തീരുമാനിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രധാന നേതാക്കൾ മാത്രം ആശയവിനിമയം നടത്തി തീരുമാനം നടപ്പാക്കേണ്ട ഒന്നാണ്. അല്ലാതെ 40 അംഗങ്ങൾ പാർട്ടികളിൽ ഇരിക്കുന്ന എടുത്ത് ഒരു തീരുമാനം, ഇത്തരം ഒരു തീരുമാനം, അട്ടിമറിയുടെ തീരുമാനമൊന്നും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അങ്ങനെ ഒരു നീക്കം ഉള്ളിലൂടെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും വിജയിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരം ഒരു യോഗത്തിൽ അത്തരം ഒരു നിലപാട് കോൺഗ്രസോ പ്രധാനപ്പെട്ട പാർട്ടികളെ ഉന്നയിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. യോഗത്തിൽ പൊതുവെ എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുക, ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുക, അവസരം വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവസരം വന്നു കഴിഞ്ഞാൽ അന്നേരം ആ അവസരത്തെ ഉപയോഗിക്കുക. തൽക്കാലം പ്രതിപക്ഷത്ത് ശക്തമായി തന്നെ ഇരിക്കുക. പക്ഷേ അങ്ങനെ പ്രതിപക്ഷത്താണ് ഞങ്ങൾ ഇരിക്കാൻ പോകുന്നത് എന്നൊരു തീരുമാനം ഔദ്യോഗികമായി പുറത്തു പറയുന്നില്ല. അത് സ്വാഭാവികമായും NDA മുന്നണിയെ കൂടി കൺഫ്യൂഷൻ ആക്കാനുള്ള ഒരു നീക്കത്തിന്റെ കൂടി ഭാഗമാകണം. അല്ലെങ്കിൽ അത്തരമൊരു ശ്രമം ഏതെങ്കിലും തരത്തിൽ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കൾ നടത്തുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇത്തരം കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇത്തരം വലിയ മാറ്റങ്ങൾ, ഇത്തരം അട്ടിമറികളൊക്കെ നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ്. ബീഹാറിൽ ഇന്ത്യ മുന്നണിയെ തന്നെ തകർത്തുകൊണ്ട് NDA നടത്തിയ, BJP നടത്തിയ വലിയ നീക്കം, മഹാരാഷ്ട്രയിൽ നടത്തിയ നീക്കമൊക്കെ പുറത്തു വരുമ്പോൾ, ഫലം പുറത്തു വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും അത് ആളുകളടക്കം അറിയുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമായ സൂചനകൾ. കിരൺ, തുടരാം. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നില്ല അവിടെ നിന്ന്, അപ്പോഴും ഏകദേശം ചിത്രം വ്യക്തമാകുന്ന സാഹചര്യം. ഇപ്പോൾ ഈ നേതാക്കൾ നടത്തുന്ന പ്രതികരണത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ആത്യന്തികമായ തീരുമാനം എന്താണ് എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്ന, ഇന്ത്യൻ രാഷ്ട്രീയത്തെ പരിശോധിച്ചാൽ മുന്നിൽ കാണാൻ കഴിയുന്ന ഒരു സാധ്യത ഇപ്പോഴത്തെ നിലയിൽ പ്രായോഗികമായി NDAയിൽ നിൽക്കുന്ന ഈ 2 പ്രധാനപ്പെട്ട കക്ഷികളെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഇന്ത്യ പക്ഷത്തേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ സ്വതന്ത്രന്മാരെ അടക്കം, അതിൽ ഒരാളെ കിട്ടുകയാണെങ്കിൽ മറ്റു സ്വതന്ത്രന്മാരെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സർക്കാർ എന്നൊരു ബ്രിമ്പിൽ മാത്രം 272 73 ഒക്കെ നിർത്താൻ കഴിയുന്ന ഒരു സർക്കാരിന്റെ വിദൂര സാധ്യത മാത്രമാണുള്ളത്. പക്ഷേ രാഷ്ട്രീയമാണ്, ഏത് വിദൂര സാധ്യതയും കഴിയുമോ എന്നുള്ള ആലോചനകൾ നടത്താൻ സാധ്യതയുണ്ട്. പക്ഷേ അത് പുറത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത്രയേറെ പാർട്ടികളുടെ ഒറ്റ MP-മാർ മാത്രമുള്ള പാർട്ടികൾ, അല്ലാതെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന പാർട്ടികൾ, ഇവരെല്ലാം ചേരുന്ന ഒരു യോഗത്തിൽ എന്തായാലും അത്തരം ചർച്ചകളോ അത്തരം നീക്കങ്ങളോ ഒന്നും നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ആ യോഗത്തിൽ സ്വാഭാവികമായി എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് കൂടുതൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുക, കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോവുക. നമുക്ക് അവസരം വരുമ്പോൾ ഈ സർക്കാരിനെ വലിച്ചു താഴെയിടാൻ കഴിയുന്ന ഒരു നീക്കം വന്നാൽ ആ സമയത്ത് നമുക്ക് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. അത്തരമൊരു നീക്കമോ അത്തരമൊരു തീരുമാനമോ മാത്രമാണ് ഉണ്ടായത്. ചിലപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ് എന്നുള്ളത് പ്രഖ്യാപിക്കാത്തത് പോലും തന്ത്രപരമായ ഒരു നീക്കത്തിന്റെ ഭാഗമാവും. ഏതെങ്കിലും തരത്തിൽ NDAയിൽ നിന്ന് കക്ഷികളെ നടത്താനുള്ള ശ്രമം നടത്തുന്നില്ല എങ്കിൽ പോലും തൽക്കാലം ഒരു കൺഫ്യൂഷൻ എതിർമുന്നണിക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ചിലപ്പോൾ. എന്താണ് തീരുമാനം? നമ്മൾ ഇതിനറിയേണ്ട ഒരു ഉത്തരം ഇതായിരുന്നു. ഇന്ത്യ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, പ്രതിപക്ഷത്തിരിക്കുന്നു? അതിനെന്തായാലും കൃത്യമായ ഔദ്യോഗികമായ ഒരു ഉത്തരം ഇതിൽ ഖാർഗെയോ നേതാക്കളോ നൽകിയിട്ടില്ല.
റൈറ്റ്, കിരൺ ബാബു വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്ത്യ മുന്നണി യോഗം കഴിഞ്ഞ ശേഷം വ്യക്തമായ സൂചനകൾ നൽകാതെ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയായിരുന്നു. ഒരു കൃത്യമായിട്ടുള്ള ഒരു വിദ്വേഷ രാഷ്ട്രീയത്തിന് മറുപടി കൊടുക്കാൻ സഹായിച്ചതിന് ജനങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തിരിക്കുന്നു. പ്രതിപക്ഷത്ത് ഇരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ മുന്നണി കടക്കുന്നു എന്നുള്ള സൂചനകൾ മാത്രമാണ് ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി കേൾക്കാം ഖാർഗെയുടെ പ്രതികരണത്തിലേക്ക്. गठबंधन पार्टी के नेता लोग 2 घंटे तक बैठकर आज के पॉलिटिकल सिचुएशन पे और आज की जो परिस्थिति है उस पर बहुत से सजेशन आए, चर्चा हो गई और ये निष्कर्ष आखिरी में ये निकला कि हम सब मिलके एक ही वॉइस में ये कहना चाहिए जो मैं आपको पढ़ के बताऊंगा. The constituents of India bloc thank the people of India for the overwhelming support received by our allies. The people's mandate has given befitting reply to the BJP and their politics of hate, corruption and deprivation. This is a mandate in defense of the Constitution of India and against price rise, unemployment and crony capitalism, and also to save democracy. The India bloc will continue to fight against the fascist rule of the BJP led by Modi. We will take appropriate steps at the appropriate time to realize the people's desire not to be ruled by the BJP's government, and this is our decision, and we all together agreed on these points, and will definitely whatever promises we have given to the people, that we will keep it up, and just I want to tell this. Thank you very much. ജനഹിതം അറിഞ്ഞ് മുന്നേറുമെന്നാണ് ഖാർഗെ വ്യക്തമാക്കുന്നത്. ഒരിക്കൽ കൂടി കിരൺ ബാബുവിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിരൺ, നല്ല ഒരു സമയം വരുന്നത് വരെ, രാഷ്ട്രീയമായിട്ട് ആ ഒരു അവസരം വരുന്നത് വരെ സഖ്യവുമായി മുന്നോട്ട് പോകുക, ശക്തമായ പ്രതിപക്ഷ ശബ്ദമായി മാറുക, ആ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. പക്ഷേ മറ്റ് വ്യക്തമാക്കുന്നത് ഖാർഗെയാണ്. കോൺഗ്രസ് അങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാവരും, എല്ലാ സഖ്യകക്ഷികളെല്ലാവരും ചേർന്നുള്ള ഐക്യദാർഢ്യത്തോടു കൂടിയുള്ള ഒരു തീരുമാനമാണ് അത് എന്ന് തന്നെയാണോ വിലയിരുത്തേണ്ടത്? ഏത് തരത്തിൽ കൂടി വ്യാഖ്യാനിക്കണം, വിശകലനം ചെയ്യണം ഇനിയുള്ള നീക്കങ്ങൾ സഖ്യത്തിന്റെ? അപർണ, സ്വാഭാവികമായും ഇത്തരമൊരു സാഹചര്യം വന്നാൽ 37 സീറ്റുകൾ കൂടി കിട്ടിയാൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത്തരമൊരു സാധ്യത എത്ര അപ്രായോഗികമാണ് എങ്കിൽ പോലും അതിന് ഒരു വിദൂരമായ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം സാധ്യതകൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും പരീക്ഷിക്കപ്പെടും. അത്തരം സാധ്യതകളൊക്കെ ആരായും, അത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ അങ്ങനെ വിജയിക്കാൻ സാധ്യത കുറവുള്ള ഒരു നീക്കത്തെക്കുറിച്ച് ഇത്തരം ഒരു വലിയ യോഗത്തിൽ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനമെടുക്കുകയോ ഒന്നും ഉണ്ടാകില്ല. അതൊരു കോമൺ ലോജിക്ക് മാത്രമാണ്. അത്തരം ഒരു വലിയ 40ഓളം പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന യോഗത്തിൽ അത്തരം ചർച്ചകൾ സ്വാഭാവികമായും ഉണ്ടാകില്ല. ആ യോഗത്തിൽ എടുത്ത തീരുമാനമാണ് വളരെ കൃത്യമായി മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. ഞങ്ങൾ ഈ വിജയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വർഗീയതയ്ക്കെതിരെയുള്ള, അല്ലെങ്കിൽ BJPക്കെതിരെയുള്ള മോദി നേതൃത്വം നൽകുന്ന വിലക്കയറ്റമടക്കമുള്ള വിഷയങ്ങൾ, ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള ഒരു വിജയമാണ്. ആ വിജയത്തിന് ജനങ്ങൾക്ക് നന്ദി പറയുന്നു. ഒപ്പം മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഫാസിസ്റ്റ് സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ കൂടുതൽ യോജിച്ചു നിൽക്കുമെന്ന് പറയുന്നു. എന്തായാലും ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഇനി വരുന്ന കാലത്തും യോജിച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. യോജിച്ചു നിന്നുകൊണ്ട് ഒരു പോരാട്ടത്തിലൂടെ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേറാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് നേതാക്കൾക്ക് ആകമാനമുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഐക്യം എന്തായാലും പ്രതിപക്ഷ നിരയിൽ രൂപപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ ലോക്സഭ പോലെയല്ല, ദുർബലമായ ഒരു പ്രതിപക്ഷമല്ല
മാത്രമല്ല ഭരണപക്ഷത്തോടൊപ്പം തന്നെ കരുത്തുള്ള ഒരു പ്രതിപക്ഷ നിര കൂടി എന്തായാലും ഇത്തവണ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് സർക്കാരിനെതിരെ ശക്തമായ വിഷയങ്ങൾ ഉന്നയിക്കുക, പ്രതിപക്ഷ നിര കൂടുതൽ ശക്തിപ്പെടുത്തുക, സർക്കാരിനെ ദുർബലപ്പെടുത്തുക തുടങ്ങിയ തന്ത്രങ്ങളാവും സ്വാഭാവികമായും അവർ എടുക്കുക. അതുതന്നെയാണ് പുറത്തു വന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞതും. ഖാർഗെയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന ഒന്നുണ്ട്. ഖാർഗെ ഒരു കാര്യത്തിൽ മാത്രം ഉറപ്പിച്ച് പറയുന്നില്ല, ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് അദ്ദേഹം പുറത്തു പറയുന്നില്ല. എന്നാൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പുറത്തു പറയുന്നില്ല. അത്തരം സാധ്യതകളൊന്നും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. പക്ഷേ എന്നാൽ ഏതെങ്കിലും തരത്തിൽ വിദൂരമായ ഒരു അവകാശവാദം പോലും അദ്ദേഹം ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുമെന്നോ അല്ലെങ്കിൽ നോക്കട്ടെ എന്നുള്ള ഒരു ശ്രമം പോലും നടത്തുന്നില്ല. വളരെ കിരൺ, ഞാൻ തിരികെ എത്താം. ഡൽഹിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ഷെറിൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷെറിൻ, കൃത്യമായ രീതിയിലുള്ള റെസ്പോൺസ് അല്ല ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന്, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തു നിന്ന്. ഒരു സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല, അതിന് പകരം പ്രതിപക്ഷമായിട്ടിരിക്കാനുള്ള ഒരു സാധ്യത, അങ്ങനെയാണോ കണക്കാക്കേണ്ടത്? ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്കിന്റെ നേതാവ് ഞാൻ ഷെറിലേക്ക് വരാം. ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജൻ നമുക്കൊപ്പം ചേരുന്നു. ഇന്ത്യ സഖ്യം എടുക്കുന്ന തീരുമാനം അതെന്താണ്? അതിൽ ഒരു വ്യക്തത ഇപ്പോഴും ഉണ്ടാകുന്നില്ല. ഒരു അധികാര വടംവലിയിലേക്ക് നിങ്ങളില്ല, പകരം ഒരു ശക്തമായ പ്രതിപക്ഷമായി മാറാൻ ആഗ്രഹിക്കുകയാണ്. ആ തരത്തിലാണ് സഖ്യം വിഭാവനം ചെയ്യുന്നത്, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പില് ജനം നരേന്ദ്രമോദിയുടെ ഭരണത്തെ നിരാകരിച്ചു എന്നുള്ളത് വ്യക്തമാണ്. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷവും ജനങ്ങൾ നൽകിയിട്ടില്ല. ബി.ജെ.പിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ ഭരണം മുഖാന്തിരം അടിസ്ഥാന വിഷയങ്ങൾ ഒന്നുപോലും പരിഹരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, അഴിമതി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ പരിഹരിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ളൊരു വിധിയെഴുത്താണ് ഇവിടെ നടന്നത്, അത് വിധിയെഴുത്ത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകിയിട്ടുണ്ട്, മാൻഡേറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള തീരുമാനം അതിനനുസരിച്ചുള്ള സമയത്ത് സ്വീകരിക്കുന്നതായിരിക്കും എന്നൊരു തീരുമാനമാണ് ഇന്ത്യ മുന്നണി കൈക്കൊണ്ടിട്ടുള്ളത്. അതായത് ഇതിനകത്ത് NDA വളരെ പെട്ടെന്ന് ഒരു സർക്കാർ രൂപീകരണ സാധ്യതകളിലേക്ക് കടക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നുള്ളൊരു വിവരം വരുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കും എന്നുള്ളൊരു സൂചനയാണോ കൂടുതലായി എടുക്കേണ്ടത്, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ BJP സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാണ്. അതുപോലെ തന്നെ BJP നയിക്കുന്ന മുന്നണി സിംഗിൾ ലാർജസ്റ്റ് പ്രീ പോൾ അലയൻസുമാണ്. സ്വാഭാവികമായിട്ടും അവർക്കായിരിക്കും മന്ത്രിസഭ ഉണ്ടാക്കുവാനുള്ള പ്രാഥമിക പരിഗണന കിട്ടുക. അതിനെ നമുക്ക് എതിർക്കാൻ കഴിയില്ല. എന്നാൽ അതേസമയം അവർക്കൊരു പോപ്പുലർ മാൻഡേറ്റ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ജനങ്ങളുടെ വിജയിച്ചാണ്. ആ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവസരം വരുന്ന സാഹചര്യത്തിൽ അപ്രകാരം ഒരു തീരുമാനമെടുക്കുന്ന, അതായത് ഇപ്പോൾ ജനപക്ഷം മാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കും, അതാണ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇപ്പൊ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് വികാരത്തിനനുസരിച്ച് പാർലമെന്റിൽ പ്രവർത്തിക്കാൻ, പാർലമെന്റിന് പുറത്തും പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ അങ്ങനെ കരുതുന്നുണ്ടോ? അതോ ഈ ഒരു സഖ്യം, ഈ ഒരു ശക്തി ഉണ്ടാകും, ആ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ അങ്ങനെയാണോ കരുതേണ്ടത്? പലതരത്തിലുള്ള അതുണ്ടാകുമല്ലോ, അതുണ്ടാകും. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. എല്ലാവർക്കും അവരവരുടെ സ്റ്റേറ്റിൽ നടത്തിയിട്ടുള്ള ക്യാമ്പയിനെ സംബന്ധിച്ച വിവരം അവരെല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതായത് വിലപേശലുകളുടെ ഒരു ഭാഗം അപ്പുറത്ത് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ട് അത്തരം ഒരു ഭയം, അത്തരം ഒരു ഇൻസെക്യൂരിറ്റി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴില്ല, അല്ലെ? അത്തരം ഉണ്ടാകുമല്ലോ, അതുണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ. കാരണം BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതിരിക്കുകയും ഘടകകക്ഷികളെ ആശ്രയിച്ചുകൊണ്ട് ഭരണം നടത്തേണ്ടി വരികയും ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയെ പോലെ ഏകാധിപത്യക്ക് എത്ര കാലമാണ് ഇവരെയൊക്കെ സഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവസരം വരുമ്പോൾ, അതിന് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് ഇന്ത്യ മുന്നണി. ജി ദേവരാജൻ, ഒരു കാര്യം കൂടെ ചോദിച്ചുകൊള്ളട്ടെ. പ്രതിപക്ഷത്ത് വരുന്നത്, പ്രതിപക്ഷ നേതൃസ്ഥാനം സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, അപ്പോഴും അതാരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഒരു വശത്തും. അങ്ങനെ പ്രതിപക്ഷത്ത് അമരക്കാരനാകുകയാണെങ്കിൽ അതാരായിരിക്കും? അത് രാഹുൽ ഗാന്ധി ആകാനുള്ള സാധ്യത താങ്കൾ കണക്കാക്കുന്നുണ്ടോ? അതിന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നില്ല. അതേതായാലും കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് തീരുമാനിക്കുന്നതിന് ഇന്ത്യ മുന്നണിയിൽ എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല.
റൈറ്റ്, വളരെയധികം നന്ദി ജി ദേവരാജൻ പ്രതികരിച്ചതിന്. കിരൺ ബാബുവിലേക്ക്. കിരൺ, കുറച്ചുകൂടി വ്യക്തമാകുന്ന ഒരു ചിത്രം ദേവരാജന്റെ പ്രതികരണങ്ങളിലൂടെ. പ്രതിപക്ഷത്തിരിക്കാനുള്ള സാധ്യത, അവസരം വരുന്നതുവരെ ജനഹിതമനുസരിച്ച് ജനപക്ഷമനുസരിച്ച് നിൽക്കുക, അതായത് ഒരു അധികാര വടംവലിക്ക് തങ്ങൾ നിന്നു എന്നൊരു ഇമേജിലേക്ക് കടക്കാൻ ഇന്ത്യ മുന്നണി ആഗ്രഹിക്കുന്നില്ല. അതേ സമയത്ത് അതല്ലാതെ ഒരു പ്രതിപക്ഷ ധർമ്മം നിറവേറ്റിക്കൊണ്ട് സഖ്യത്തിൽ ചോർച്ച ഉണ്ടാകാതെ മുന്നോട്ട് പോകുക എന്ന് വളരെ കരുതലായിട്ട്, എനിക്ക് തോന്നുന്നു വളരെ പ്രാക്ടിക്കലായിട്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ മുന്നണി കടക്കുന്നു. ആ സൂചന തന്നെയല്ലേ വിലയിരുത്തേണ്ടത്? അപർണ, നമ്മൾ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു അവകാശവാദം ഉന്നയിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറയാനോ ഒന്നും തയ്യാറില്ല. അങ്ങനെ ഒരു ശ്രമം എന്നാൽ നടത്തുന്നില്ല എന്നും അവർ വ്യക്തമാക്കുന്നില്ല. പ്രതിപക്ഷത്തിരിക്കും, ഏതെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ള തീരുമാനമാണ് ഉള്ളത്. എന്തായാലും ഐക്യത്തോടു കൂടി പ്രതിപക്ഷത്തിരിക്കുക. പ്രതിപക്ഷത്ത് ഞങ്ങൾ ഇരിക്കാൻ പോവുകയാണ്, ഞങ്ങൾ പരാജയം സംഭവിച്ചു, അത്തരത്തിലേക്കുള്ള ഒരു പരസ്യ പ്രതികരണത്തിനും തൽക്കാലം തയ്യാറാവുന്നില്ല. BJPയുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിയട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുതിര കച്ചവടത്തിനോ അല്ലെങ്കിൽ അത്തരമൊരു നീക്കം നടത്തി പരാജയപ്പെട്ടു പോകാൻ സ്വാഭാവികമായും ഇന്ത്യ മുന്നണി ആഗ്രഹിക്കുന്നില്ല. മറുഭാഗത്തിന്റെ നീക്കം എന്താണ് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് പ്രയോജനപ്പെടുത്തുക. അതിനപ്പുറത്തേക്ക് സ്വന്തമായി ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് രൂപീകരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ മറുഭാഗത്ത് നിന്ന് ആളുകളെ ചാടിക്കാനുള്ള സാധ്യത കുറവാണ്. അത് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഇപ്പോഴത്തെ ഒരു മെച്ചപ്പെട്ട പ്രകടനത്തിന്റെ ഒരു ശോഭ കൂടി കെടുത്തുന്ന ഒന്നാവും. അതുകൊണ്ട് തന്നെ ആവണം അവർ ആ തരത്തിൽ പ്രതികരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായും പ്രതിപക്ഷത്തിരിക്കാൻ തയ്യാറാണ്. നമ്മുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് ഷെറിൻ ചേർന്നു. ഷെറിൻ, പ്രതിപക്ഷത്ത് ഇരിക്കും ഇന്ത്യ മുന്നണി എന്ന് തന്നെ സ്ഥിരീകരിക്കാവുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? അത് തന്നെ ഒഫീഷ്യൽ പ്രസ് കോൺഫറൻസ് നടന്നപ്പം മല്ലികാർജുൻ ഖർഗെ പറഞ്ഞു ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്, ആൾക്കാരുടെ മാൻഡേറ്റ് തന്നതിന് അവരോട് നന്ദി പറയുന്നു. അത് തന്നെയല്ല, ഇനി മുമ്പോട്ട് റൈറ്റ് ടൈം അപ്രോപ്രിയേറ്റ് ആക്ഷൻ വിൽ ബി ടേക്കൻ. ഇത് മാത്രമാണ് ഒഫീഷ്യൽ പ്രസ് മീറ്റിൽ പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ സോഴ്സസ് വിതിൻ ദ മീറ്റിംഗ് ഹാവ് ടോൾഡ് us that ഓപ്പോസിഷനിൽ ഇരിക്കാനാണുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു യുനാനിമസ് ഡിസിഷൻ ആയിരുന്നു. ഒരു പാർട്ടി അലയൻസിലെ ഒരു പാർട്ടി പോലും പറഞ്ഞില്ല ഗവൺമെന്റ് ഫോം ചെയ്യണമെന്നും അറ്റംപ്റ്റ് ചെയ്യണമെന്നും. ഇങ്ങനത്തെ ആരും ഒരു ഡിസ്കഷൻ നടത്തിയില്ല. എല്ലാവരും ഒരേ പക്ഷത്തായിരുന്നു. ഇപ്പം ഗവൺമെന്റ് ഉണ്ടാക്കേണ്ട സമയമല്ല, ഇപ്പം സ്റ്റേക്ക് ക്ലെയിം ചെയ്യാനുള്ള സമയമല്ല, നമ്പേഴ്സ് ഫേവറിലല്ല. അതുകൊണ്ട് ഇപ്പം ഒരു തീരുമാനവും ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനവും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജൻ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് തന്നെ പ്രതിപക്ഷത്തിരിക്കും. അത് ഏകദേശം കൺഫേം ചെയ്തിട്ടാണ് ദേവരാജൻ പറയുന്നത്. പ്രതിപക്ഷത്തിരിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഷെറിൻ പറയുന്നതനുസരിച്ചും അങ്ങനെ തന്നെയാണ് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. ഇനി മറ്റൊരു ട്വിസ്റ്റിലേക്ക് പോകാനുള്ള ചാൻസ് ലെസ് ആണ്. റൈറ്റ്, കിരൺ ബാബു, സ്വാഭാവികമായിട്ടും ദേവരാജനെ പോലെ ഒരാളുടെ വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം കൂടി വന്നിരിക്കുന്നു. ഇനി ആരായിരിക്കും അമരക്കാരൻ എന്ന് അറിയേണ്ട ഒരു സാഹചര്യം. ഈ നേരത്തെ കിരൺ പറഞ്ഞതുപോലെ കുതിര കച്ചവടത്തിന് തങ്ങളില്ല. എന്ത് ആദർശം, എന്ത് സഖ്യം, എന്ത് ജനാധിപത്യ മര്യാദ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണോ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക, ശക്തമായ പ്രതിപക്ഷമാകുക, ഭരണപക്ഷത്തെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോഴും ഈ സഖ്യശക്തികൾ ഒരു വിലപേശലിന് വഴങ്ങുകയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ദേവരാജന്റെ ഭാഗത്തുനിന്നുണ്ട്. ആ തരത്തിൽ തന്നെയുള്ള ഒരു ചിത്രങ്ങൾ തന്നെയാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണമോ ഇപ്പോൾ? എന്തായാലും ഇന്ത്യ സഖ്യത്തിനുള്ളിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം യോജിച്ചു തന്നെ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടികളിലടക്കം വലിയ തോതിലുള്ള ഉലച്ചിലുണ്ടാകുമെന്നും അവരടക്കം മറുപക്ഷത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇല്ല എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോഴത്തെ ഈ യോഗത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. പക്ഷേ നമുക്ക് അതിനെയൊന്നും പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. സ്വാഭാവികമായും ഇന്ത്യ മുന്നണി എങ്ങനെയാണോ ഏതെങ്കിലും അവസരം കിട്ടിയാൽ അതിനെ താഴെയിറക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെ NDA മുന്നണിയും അവരുടെ നിലവിലെ 292 എന്നത് 300 കടത്തിക്കൊണ്ട് ആ ഒരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയുള്ള അല്ലെങ്കിൽ സർക്കാരിനെ കൂടുതൽ സ്റ്റേബിൾ ആക്കണം. ഏതെങ്കിലും ഒരു പാർട്ടി പോയി കഴിഞ്ഞാലോ 2 പാർട്ടി പോയാലോ മറ്റൊരു പാർട്ടിയെ കൊണ്ട് ഈ ഭൂരിപക്ഷത്തെ നിലനിർത്താൻ കഴിയണം. അത്തരത്തിലുള്ള ശ്രമം സ്വാഭാവികമായും മറുപക്ഷത്ത് നിന്ന് നടത്താൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് വേണം കരുതാൻ. അവർ പരസ്യമായി അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നു, പ്രതിപക്ഷത്തിരിക്കുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് കുറച്ച് പ്രതിപക്ഷമായി നിൽക്കുന്നു, ഈ ഐക്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു, സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളിലും സർക്കാരിനെതിരായ നീക്കങ്ങളിലും കൂടുതൽ യോജിച്ചു നിൽക്കുന്നു. അതുവഴി പ്രതിപക്ഷത്തെ ഒരു കരുത്തുറ്റ പ്രതിപക്ഷമായി നിലനിൽക്കുക, ആ ഒരു തന്ത്രഭാവം സ്വീകരിക്കുക. ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ, ഈ സർക്കാരിനെ മറിച്ചിടാൻ അവസരം കിട്ടിയാൽ, അപ്പോൾ ആ അവസരത്തെ, അതും ദേവരാജന്റെ വാക്കുകളിലും അത് ഏറെക്കുറെ വ്യക്തമാണ്, ആ അവസരം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ആ അവസരത്തെ ഫലപ്രദമായി ഉപയോഗിക്കുക.
നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു വിലപേശലുകൾ നടക്കാനുള്ള ഒരു സാധ്യത സ്വാഭാവികമാണെന്ന് ജി ദേവരാജനും പറയുന്ന ആ ഒരു സാഹചര്യം എല്ലാവർക്കും അറിയുന്നത് പോലെ. അപ്പോഴും അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു മറുകടം ചാടലുണ്ടായാൽ അത് സഖ്യത്തിന്റെ സാധ്യതകളെ, പ്രതീക്ഷകളെ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വിഷയം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അത്രയും ശക്തിയോടെ തന്നെയാണ് സഖ്യം നിൽക്കുന്നത്. നേരത്തെ ഷെറിൻ പറഞ്ഞത് സഖ്യകക്ഷികൾ ആരും അങ്ങനെ ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള താല്പര്യം യോഗത്തിൽ പ്രകടമാക്കിയില്ല എന്നാണ്. അതൊറ്റ തീരുമാനമാണ്, ഏകകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു, അല്ലേ കിരൺ? അപർണ, അത് വളരെ സ്വാഭാവികമാണ്. ഇത്തരം ഒരു യോഗത്തിൽ എന്തായാലും അത്തരത്തിലൊരു തർക്കത്തിലേക്കൊന്നും പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് പലർക്കും മറിച്ച് NDA മുന്നണിയിലേക്ക് പോകുന്നതിന് അവരുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തടസ്സങ്ങളുണ്ട്. വലിയ പാർട്ടികളായ തൃണമൂൽ കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ DMK ആയാലും ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട വിഷയം ഈ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ബംഗാളിലായാലും തമിഴ്നാട്ടിലായാലും ഈ രണ്ടുപേർക്കും BJP മുഖ്യ എതിരാളികളാണ്. BJP മുഖ്യ എതിരാളികളായ അല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇവർ BJPക്കൊപ്പം പോയിട്ടുള്ളതെല്ലാം. ആ ഘട്ടത്തിൽ ബംഗാളിലാണെങ്കിൽ CPM-ഉം ലെഫ്റ്റ് പാർട്ടികളുമായിരുന്നു മമതയുടെ മുഖ്യ എതിരാളികൾ. അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിൽ DMKക്ക് അന്ന് ADMK ആയിരുന്നു മുഖ്യ എതിരാളി. BJP അവിടെ തമിഴ്നാട്ടിലെയോ ബംഗാളിലെയോ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന കക്ഷിയോ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ എതിരാളിയോ ആയിരുന്നില്ല. അത്തരം ഒരു ഘട്ടത്തിലാണ് ഇവർ BJPയുമായി ചേർന്നത്. ഇനി BJPയുമായി അത്തരത്തിൽ ചേരാൻ പോയി കഴിഞ്ഞാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇവർക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായോഗിക രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ രാഷ്ട്രീയ നീക്കങ്ങളും അട്ടിമറികളും ഒക്കെ ഉണ്ടാവണം. അങ്ങനെ ഒരു സാഹചര്യം വന്നില്ലെങ്കിൽ സ്വാഭാവികമായും DMK ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും മറുപക്ഷത്തേക്ക് ചാടാനുള്ള സാധ്യത കുറവാണ്. ഈ പക്ഷത്തിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾക്കെല്ലാം തന്നെ അത്തരം ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ വലിയ പാർട്ടികൾ ഏതെങ്കിലും ഇന്ത്യ മുന്നണിയിൽ നിന്ന് തൽക്കാലം മറുപക്ഷത്തേക്ക് പോകും എന്നൊരു ആശങ്ക ഇവർക്കില്ല. എന്നാലും ചെറിയ പാർട്ടികളെയും എല്ലാവരെയും പരമാവധി കൂട്ടിയോജിപ്പിച്ച് ഈ ശക്തിയിലേക്ക് കൂടുതൽ പാർട്ടികളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള ശ്രമമാവും ഇന്ത്യ മുന്നണി നടത്തുക. തൽക്കാലം ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അഭിമാനകരമായ പരാജയമാണ് എങ്കിൽ പോലും അത് അഭിമാനകരമായ ഒരു പരാജയമാണ്. പാർലമെന്റിൽ ദയനീയമായ അവസ്ഥയിൽ നിന്ന് പ്രതിപക്ഷത്തിന് ഉറച്ചൊരു ശബ്ദം ഉണ്ടായിരിക്കുന്നു. പ്രതിപക്ഷ നിരയിൽ നിന്ന് ഈ മുന്നണിയിലെ നേതാക്കൾക്ക് പോലും തുടക്കത്തിൽ വലിയ ആത്മവിശ്വാസമില്ല എന്നൊരു ഘട്ടത്തിൽ നിന്ന് വിജയത്തോളം എത്തിയ ഒരു പരാജയം എന്ന് പറയാം. അത്തരത്തിലേക്ക് ഒരു പ്രകടനം നടത്താൻ ഇന്ത്യ മുന്നണി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണി പ്രധാനമായി നോക്കുന്നത് ശക്തമായ ഒരു പ്രതിപക്ഷമായി നിന്നുകൊണ്ട് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിനെ നരേന്ദ്രമോദിയാണ് മിക്കവാറും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ അദ്ദേഹം തന്നെയാണ് സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ ഏതെല്ലാം തരത്തിൽ സമ്മർദ്ദത്തിലാക്കാം, എങ്ങനെയെല്ലാം നരേന്ദ്രമോദി സർക്കാരിനെ തുറന്നു കാട്ടാം, അത്തരമൊരു ശക്തമായ ശ്രമത്തിനുള്ള നീക്കം കൂടിയാവും പ്രതിപക്ഷത്തെടുത്ത്. പ്രതിപക്ഷ നേതാവടക്കം ഇത്തവണ ഔദ്യോഗികമായി തന്നെ ഉണ്ടാവും. അതിനുള്ള എണ്ണം പ്രതിപക്ഷത്തുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷ പാർട്ടികൾക്കടക്കം വലിയ ഐക്യമുണ്ട്. ഈ പാർട്ടികളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ പാർട്ടികൾക്കെല്ലാം തന്നെ ഇപ്പോൾ അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പാർട്ടി, ഒരു സഖ്യം എന്നതിനപ്പുറത്തേക്ക് BJP വിരുദ്ധ സഖ്യം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം. അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള സഖ്യം എന്ന അവസ്ഥ വരുമ്പോഴാണ് സ്വാഭാവികമായും ഇവിടെ നിന്ന് മറുഭാഗത്തേക്ക് ചാട്ടമുണ്ടാകാൻ സാധ്യത കൂടുതലുള്ളത്. പക്ഷേ ഇത്തവണത്തെ ഐക്യത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇവരെല്ലാം BJP വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നു. BJP ഏത് വിധേനയും അധികാരത്തിൽ താഴെ ഇറക്കണം എന്നുള്ളതാണ് ഈ പാർട്ടികൾ, ബഹുഭൂരിപക്ഷം പാർട്ടികളുടെയും ഒന്നാമത്തെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് NDAയിലേക്ക് ചാട്ടമുണ്ടാകാനുള്ള സാധ്യത നിലവിൽ കുറവാണ്. കിരൺ, അതോടൊപ്പം തന്നെ ഇനി ഉറ്റുനോക്കുന്നത് ഇതാരായിരിക്കും അമരക്കാർ എന്നുള്ള കാര്യം. ഖാർഗെ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോഴും ആര് നയിക്കും പ്രതിപക്ഷത്തെ, അതാരായിരിക്കും എന്നുള്ള ഇത് ഉറ്റുനോക്കുന്നു. രാഹുൽ ഗാന്ധി ആകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത്തരം ഒരു വിഷയത്തിലേക്ക് ചർച്ച കടന്നിട്ടില്ല എന്നുള്ള ഒരു മറുപടി ദേവരാജന്റെ ഭാഗത്ത് നിന്ന്. സ്വാഭാവികമായിട്ടും ഒരു വലിയ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വരുന്ന സഖ്യം ഏത് തരത്തിലുള്ള സാധ്യതകളൊക്കെ കാണണം ഇപ്പോൾ? അപർണ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മെഞ്ഞാന്ന് വരെ ഉണ്ടായിരുന്ന ഒരു രാഹുൽ ഗാന്ധി അല്ല ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണി നിൽക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾക്കടക്കം ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിലോ അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയായി നിൽക്കുന്ന ഘട്ടത്തിലോ ഒന്നും തന്നെ ഒരു വിജയം സാധ്യമാണ് എന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ പരാജയത്തിന്റെ ഒരു ആഴം കുറയ്ക്കാൻ കഴിയും, അവരുടെ വിജയത്തിന്റെ മെറിറ്റ് കുറയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ എണ്ണം കുറയ്ക്കാൻ കഴിയുമെന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ മുന്നണിക്ക് ഒരു 272 300 സീറ്റ് നേടി വിജയിക്കാൻ കഴിയും എന്നൊരു കാര്യമായ പ്രതീക്ഷയില്ലായിരുന്നു. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവിനെ മുന്നിൽ നിർത്തുന്നതിലും ഇവർക്ക് ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു. പക്ഷേ 1-2 ഘട്ടങ്ങൾ കഴിഞ്ഞ് മൂന്നാം ഘട്ടത്തോടു കൂടിയാണ് നരേന്ദ്രമോദി തന്നെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഡിഫെൻസീവിലേക്ക് പോവുകയും നേരിട്ട് വികസനം പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ BJPയുടെ അജണ്ട പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിന്ന് പഴയ അജണ്ടകളിലേക്ക് അല്ലെങ്കിൽ വർഗീയമായി ആളുകളെ ഭിന്നിപ്പിക്കുന്ന അജണ്ടകളിലേക്കൊക്കെ നീങ്ങുകയും അത്തരം വിഷയങ്ങൾ സജീവമായി ചർച്ചയാക്കാൻ ശ്രമിക്കുകയും CAA നടപ്പാക്കിക്കൊണ്ട് അത് ചർച്ചയാക്കാൻ നടത്തുകയും ഒക്കെ ചെയ്തപ്പോഴാണ് സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം വന്നത്.
ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ പ്രകടനം അവർ പലരും പ്രതീക്ഷിച്ചതിനേക്കാളും ഇന്ത്യയിലെ എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചതിനേക്കാളും വലിയ മുന്നണിയുടെ പ്രകടനമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കൂടുതൽ കരുത്ത് വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കോൺഗ്രസ് ആണ് 99 എംപിമാരുള്ള പാർട്ടി. ഇത് ഏറ്റവും വലിയ പാർട്ടിയും കോൺഗ്രസ് തന്നെയാണ്. രണ്ടാമത്തെ പാർട്ടിയാണ് SPI വരുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ നേതാവ് തന്നെയാവും അവിടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാൻ കൂടുതൽ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ കോൺഗ്രസ് വിശാലമായി മറ്റേതെങ്കിലും തരത്തിൽ തീരുമാനമെടുക്കണം. പക്ഷേ അങ്ങനെ തീരുമാനമെടുത്താൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാൻ കഴിയുന്ന മുതിർന്ന നേതാക്കൾ മറ്റു പാർട്ടികളിൽ നിന്ന് അവരെല്ലാം സംസ്ഥാനത്ത് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ സ്റ്റാലിനായാലും അല്ലെങ്കിൽ മമതാ ബാനർജിയാണ്. ഈ രണ്ട് നേതാക്കളും രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ്. മറ്റേതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ഒരു സാധനം അങ്ങനെ ഒരു പദവി കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നീടുള്ളത് SP ആണ്. SP-ക്കായാലും അത്തരമൊരു പദവിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത നിലവിൽ എന്തായാലും കുറവാണ്. കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അത് ആദ്യം കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കണം, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി തീരുമാനിക്കണം. അതിനുശേഷം മാത്രമേ ഇങ്ങനെ ഒരു യോഗത്തിൽ മുന്നണി യോഗം കൂടിയിട്ട് യോഗത്തിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഇന്നയാളെ തീരുമാനിക്കുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും. അതിനെന്തായാലും 1-2 ദിവസങ്ങൾ കൂടി എടുക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. കിരൺ, ഇപ്പോൾ ഇന്ത്യ മുന്നണി സഖ്യം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ്. അപ്പോഴും സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ശ്രമങ്ങളും അവർ നടത്തിയില്ല എന്ന് നമുക്ക് കരുതാനാവില്ലല്ലോ. കാരണം തേജസ്വിയൊക്കെ ഇന്ന് വിമാനത്തിൽ നിതീഷ് കുമാറിനൊപ്പം ഇരിക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഒപ്പം ആദ്യഘട്ടത്തിലൊക്കെ സർക്കാർ രൂപീകരണത്തിൽ ശ്രമിക്കും എന്ന് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചിരുന്നു. ഒരു ശ്രമം നടന്നു, അത് പരാജയപ്പെട്ടു. അതിനുശേഷം പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു എന്നും വ്യാഖ്യാനിക്കാമോ? രഞ്ജിത്തെ, അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇന്ത്യ മുന്നണി എവിടെയും ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്നൊരു അവകാശവാദം ആ തരത്തിലേക്ക് ഉന്നയിച്ചിട്ടില്ല. ഇന്ത്യ മുന്നണിയുടെ ഔദ്യോഗികമായ സ്റ്റാൻഡ് സർക്കാർ രൂപീകരിക്കുമെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുമെന്നോ ഉള്ള സ്റ്റാൻഡ് ഇപ്പോഴും അവർ പറഞ്ഞിട്ടില്ല. അനൗദ്യോഗികമായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമെന്നുള്ള സ്റ്റാൻഡ് എല്ലാം പറയുന്നത്. സാധാരണഗതിയിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു അട്ടിമറി നടത്തി സർക്കാർ രൂപീകരിക്കാനുള്ള പ്രായോഗികമായി നോക്കിയാൽ അതിൻ്റെ ശതമാനം വളരെ കുറഞ്ഞ ഒരു സാധ്യത മാത്രമാണുള്ളത്. ആ സാധ്യത നിൽക്കുമ്പോൾ അത് പറയാതിരിക്കുക, അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ സ്വാഭാവികമായി വരുന്നെങ്കിൽ വരട്ടെ, അപ്പോൾ ആലോചിക്കാമെന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി ഒരു വലിയ പരസ്യമായ ശ്രമത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കുറവാണ്. വലിയ രണ്ട് പാർട്ടികളുമായി ചർച്ച ചെയ്യുന്നത് പോലെയല്ല ചെറുകിട പാർട്ടികളുമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആ വിവരങ്ങളൊക്കെ സ്വാഭാവികമായും ഇന്ത്യൻ ഭരണ സംവിധാനമുള്ളത് BJP-ക്കാണ്, NDA-ക്കാണ്. ആ വിവരങ്ങളൊക്കെ പുറത്തു വരും. പക്ഷേ ഇന്ന് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തേജസ്വി യാദവും നിതീഷ് കുമാറും ഒരേ വിമാനത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് വളരെ സിമ്പിൾ തന്നെയാണ്. അവർ തമ്മിൽ നല്ല കോംബോ ഉള്ള ആളുകളായിരുന്നു, ഒരുമിച്ച് ഭരണത്തിലിരുന്ന ആളുകളാണ്, ഒരുപാട് കാലം ദീർഘമായ ഭരണത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നും ഉപമുഖ്യമന്ത്രി തലത്തിലൊക്കെ ബന്ധമുള്ള ആളുകളാണ്. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണി തീരുമാനിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പുറത്തു വരുന്നത്, അത് പ്രതിപക്ഷമായിരിക്കുക, ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷം. കാരണം അവർക്ക് അതിനുള്ള കരുത്തുണ്ട്. നേരത്തെ 10 വർഷമായുള്ള പ്രതിപക്ഷമായിരിക്കില്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞാലും ചോദ്യം ചെയ്യാനും ചോദ്യങ്ങൾ നടപ്പിലാക്കാനും ഉത്തരങ്ങൾ നടപ്പിലാക്കാനും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും കരുത്തുള്ള പ്രതിപക്ഷമാണ്. കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള സീറ്റെണ്ണവുമുണ്ട്. അത് ആ തീരുമാനം രാഷ്ട്രീയമായി അവർ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയല്ലേ കാണേണ്ടത്? തന്നെയാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയമായി ഏറെ ഗുണം ചെയ്യേണ്ട തീരുമാനം തന്നെയാണ് കോൺഗ്രസിന്റേത്. ഇപ്പോൾ തിടുക്കപ്പെട്ട് ഒരു മുന്നണി തട്ടിക്കൂട്ടി ഒരു പുതിയ രീതിയിൽ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും എല്ലാം വലവീശി പിടിച്ച് ഒരുമിച്ചാക്കി ഒരു തട്ടിക്കൂട്ട് മുന്നണി ഭരണത്തിലെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കോൺഗ്രസിന് തിരിച്ചുവരവ് അസാധ്യമായി മാറും. അത് മാത്രമല്ല, അതിശക്തമായ വിലപേശലാണ് പ്രാദേശിക കക്ഷികൾ കോൺഗ്രസുമായി നടത്താൻ സാധ്യത. അതുകൊണ്ട് മോദി കഴിഞ്ഞ 10 വർഷം ഒരു കാരണവരുടെ സ്ഥാനത്ത്, തറവാട്ടിലെ ഉഗ്രപ്രതാപിയായി വാഴുന്ന കാരണവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കടുത്ത വിലപേശലിന് വിധേയനായി കുറച്ചുകൂടി ഭവ്യതയോടുകൂടി പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷത്തിൽ നോക്കി കാണുകയും തങ്ങളുടെ സോഷ്യൽ ബേസ് നഷ്ടപ്പെട്ടു പോയ സോഷ്യൽ ബേസ് തിരിച്ചുപിടിക്കുകയും ഏതെങ്കിലും കാരണവശാൽ BJP പാളയത്തിൽ അല്ലെങ്കിൽ NDA പാളയത്തിൽ വലിയ തോതിലുള്ള അസംതൃപ്തി, മുറുമുറുപ്പും അത് പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കുകയാണെങ്കിൽ അതിനുശേഷം ആലോചിക്കാം എന്ന ഒരു നിലപാടിലാണെന്ന് തോന്നുന്നു കോൺഗ്രസ്. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് വാച്ച് എന്നൊരു പോളിസി, കാത്തു നിൽക്കൂ, നമുക്ക് നോക്കാം എങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കാം. മോദി സർക്കാരിന്റെ ഹണിമൂൺ കാലഘട്ടത്തിൽ മോദി നമ്പർ 3 ആ സർക്കാരിന്റെ, അതിനെ BJP സർക്കാർ നല്ല വിളിക്കേണ്ടത് ഒരുപക്ഷെ NDA സർക്കാരിന് ആദ്യമായി NDA എന്ന് പറയാൻ, ഇനിയിപ്പോ BJP സർക്കാർ എന്ന് പറയാനാവില്ലല്ലോ, NDA എന്ന് പറയാനായി
താല്പര്യപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ ചെറിയ ഘടകകക്ഷികൾ പറയുന്നു, ഫോർവേഡ് ബ്ലോക്ക് പറയുന്നു ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമെന്ന് പറയുന്നത് ശരിയാണ്. കോൺഗ്രസിന് തീരുമാനം ആത്യന്തികമായത് തന്നെയായിരിക്കാം. ആ മാൻഡേറ്റ് അത് തന്നെയാണ്, ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് പ്രതിപക്ഷത്ത് ഇരിക്കുക എന്നതാണ്. കോൺഗ്രസ് പാർട്ടിയും മുന്നണിയും ഇന്ത്യ മുന്നണിയും ശക്ത പ്രതിപക്ഷത്തിരിക്കാനുള്ള മാൻഡേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ആ ജനവിധിയെ തലനാരിഴ കയറി പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. 243 സീറ്റുകൾ ഒറ്റയ്ക്ക് ലഭിച്ച ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി മാത്രമാണ് കോൺഗ്രസ്. അത് കേവലം 99 സീറ്റേ ഉള്ളൂ. അത് മാത്രമല്ല സാർ, ഈ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ ഘടകകക്ഷികൾ ചേർന്നാൽ പോലും BJPയുടെ സീറ്റെണ്ണം എത്തുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ 400+ ആണ് BJP ടാർഗറ്റ് നിശ്ചയിച്ചതെങ്കിൽ പോലും 300ലേക്ക് എത്താത്ത സാഹചര്യത്തെ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ BJPയുടെ പരാജയമായി, NDA സഖ്യത്തിന്റെ പരാജയമായി വ്യാഖ്യാനിക്കുന്നുണ്ട് എങ്കിൽ പോലും അധികാരത്തിലെത്താനുള്ള ജനവിധി അത് ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അതല്ലേ പ്രധാനം? ശ്രീ രഞ്ജിത്ത്, ഇതിനെല്ലാം കാരണം യഥാർത്ഥത്തിൽ മോദിയുടെ വായിൽ നിന്ന് 400 പാർ എന്നൊരു വാക്ക് വീണുപോയി. അല്ലെങ്കിൽ 370 BJPക്ക് ഒറ്റയ്ക്ക് ലഭിക്കും. അപ്പൊ ഇതൊരു ബെഞ്ച് മാർക്കായി വരികയാണ്. ആ ബെഞ്ച് മാർക്കിൽ എത്തിയില്ലല്ലോ, അതിനേക്കാൾ 100 സീറ്റ് കുറവാണല്ലോ എന്നതായിരുന്നു നറേറ്റീവ്. പക്ഷെ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി 2 ടേം കഴിയുന്ന ഒരു സർക്കാരിനെ, 10 വർഷം തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഭരണവിരുദ്ധ വികാരമാണ് ഒരുപക്ഷെ NDA സർക്കാരിനെതിരെ ഉണ്ടായത്. അപ്പൊ അതിന്റെ മാൻഡേറ്റിനെ ഭവ്യതയോടുകൂടി, അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുകയും അതനുസരിച്ച് നയങ്ങളിൽ ഒരു മോഡറേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക എന്നത് മാത്രമാണ് NDA പക്ഷത്തുള്ളത്. അതുകൊണ്ട് ഘടകകക്ഷികളെ ഒരുമാതിരി സോപ്പിട്ട് നിർത്തി ഘടകകക്ഷികളോട് നീക്കുപോക്കുകൾ നടത്തി ഭരിച്ച ഒരു പാരമ്പര്യമോ ചരിത്രമോ നരേന്ദ്രമോദിക്കില്ല. അതുകൊണ്ട് നരേന്ദ്രമോദി തന്റെ ശരീരഭാഷ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിന്റെ ചില തീവ്ര നിലപാടുകളും അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ചില പൊസിഷനിങ്, അതിൽ ഒക്കെ കുറച്ച് കുറവ് വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഘടകകക്ഷി നേതാക്കളെ, പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ നിതീഷ് കുമാറിനെയും ഗൗരവത്തിലെടുക്കുകയും അവരോട് നിരന്തരം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. നേരത്തെ ശ്രീ രഞ്ജിത്ത് പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജനവിധിയെ നമ്മൾ ശരിക്കും തലനാരിഴ കയറി പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ 543 സീറ്റുള്ള പാർലമെന്റിൽ, ലോക്സഭയിൽ യഥാർത്ഥത്തിൽ BJP ഒറ്റക്കക്ഷിയായി മാത്രമല്ല വരുന്നത്. 234 സീറ്റ് വരികയാണ്, 243 സീറ്റ് വരികയാണ്. NDAക്ക് ആകെ ലഭിച്ച സീറ്റിനേക്കാൾ കുറവ് തന്നെയാണ്. NDAക്ക് ആകെ ലഭിച്ച സീറ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ച സീറ്റുകളേക്കാൾ 60 സീറ്റ് കൂടുതലാണ്. ആ വ്യത്യാസം നമ്മൾ കാണാതെ പോകുന്നത്. അത് മാത്രമല്ല, BJPക്ക് ഒറ്റയ്ക്ക് ലഭിച്ച സീറ്റിനേക്കാൾ 10 സീറ്റ് കുറവാണ് ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിൽ ലഭിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ മാൻഡേറ്റ് NDAക്ക് തന്നെയാണ്. ആ മാൻഡേറ്റിനോടൊപ്പം ഭവ്യതയോടെ നീങ്ങാനുള്ള ഒരു ചുമതല, ചരിത്രപരമായ ദൗത്യം കൂടി NDAയിൽ വന്നു ചേർന്നിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് അതിനുള്ള മാൻഡേറ്റ് ഇല്ല എന്ന് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കി അതിശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാനുള്ള ഒരു റോൾ, ആ റോൾ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി ശ്രീ മോഹൻ വർഗീസ്. പ്രതികരണത്തിൽ ഏതായാലും ഇന്ത്യ സഖ്യം പ്രതിപക്ഷമായി തുടരും, അതും ശക്തമായ പ്രതിപക്ഷമാകും, സ്വാഭാവികമാണ്. കാരണം ഇത്തവണ കഴിഞ്ഞ 2 ടേമിലെ മോദി സർക്കാരിൻ്റെ അവസ്ഥയല്ല ഇന്ത്യ സഖ്യത്തിനുള്ളത്. 230ഓളം സീറ്റുകൾ നേടി, 99 സീറ്റുകൾ നേടിയ കോൺഗ്രസിൻ്റെ കരുത്തുണ്ടാകും. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവുണ്ടാകും. നമുക്കറിയാം, കഴിഞ്ഞ ടേമിലൊക്കെ പ്രതിപക്ഷ നേതാവില്ലാത്ത പ്രശ്നം കൂടി കോൺഗ്രസിനുണ്ടായിരുന്നു, അതിനുള്ള സീറ്റെണ്ണം ഉണ്ടായിരുന്നില്ല. അത് മറികടന്നുകൊണ്ടുള്ള വലിയ കരുത്തുള്ള പ്രതിപക്ഷമായി മോദി സർക്കാരിന് വലിയ വെല്ലുവിളിയായി സ്വാഭാവികമായും ഇന്ത്യ മുന്നണി മാറും എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടെ മറ്റു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്, NDA യോഗം അത് ചേർന്ന് നരേന്ദ്രമോദിയെ നേതാവായി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടക്കും. രാഷ്ട്രപതിയെ കണ്ട് NDA നേതാക്കൾ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഇന്ന് തന്നെ സംഭവിച്ചേക്കാം. മനു ഭാരത് ചേരുന്നു. മനു, NDA ഏതായാലും 2 കൽപ്പിച്ചാണ്, നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകും. മറ്റ് അസ്വാരസ്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ലല്ലോ അല്ലേ? സ്വാഭാവികമായും അസ്വാരസ്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതയും കുറവാണ് രഞ്ജിത്ത്.
കാരണം ഘടകകക്ഷികളെല്ലാം തന്നെ ഒരു ഏകകണ്ഠമായ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിക്കാം എന്ന നിലപാടാണ് ഉള്ളത്. മാത്രവുമല്ല, ഈ സർക്കാരിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കത്ത് എല്ലാ ഘടകകക്ഷികളും നൽകിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി സത്യപ്രതിജ്ഞയ്ക്ക് മറ്റ് തടസ്സങ്ങളില്ല. ജൂൺ 7-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് ഈ കാര്യം ധരിപ്പിക്കാം, അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാം എന്ന നിലപാടിലാണ് ഇപ്പോൾ NDA കക്ഷികൾ ഉള്ളത്. NDA കക്ഷികളെ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല അമിത്ഷാ നേരിട്ട് തന്നെ ഏറ്റെടുക്കും. ഈ ഒരുപക്ഷെ ചിലപ്പോൾ രാഷ്ട്രപതിയെ കാണുന്നത് ഈ 7-ാം തീയതി വരെ നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയില്ല എന്ന സൂചനകളുമുണ്ട്. ചിലപ്പോൾ അതിനു മുൻപേ തന്നെ കാണും. ഏതായാലും 8-ാം തീയതി സത്യപ്രതിജ്ഞ എന്ന നിലപാടിൽ തന്നെ ആണ് ഇപ്പോൾ NDA കക്ഷികൾ ഉള്ളത്. സ്വാഭാവികമായും ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കാം എന്ന നിലപാട് സ്വീകരിച്ച ഘട്ടത്തിൽ മറ്റ് ആശങ്കയ്ക്കൊന്നും വഴിയില്ല എന്നാണ് കരുതുന്നത്. ഇനി ഒരു മുന്നണി വിപുലീകരണത്തെക്കുറിച്ചുള്ള സാധ്യതകൾ സ്വാഭാവികമായും NDAക്ക് അകത്ത് ചർച്ചയാകും. അത് എന്തായാലും ആദ്യഘട്ടത്തിൽ വേണ്ട എന്ന നിലപാടാണ്. പിന്നീട് അത്തരം ഒരു ചർച്ച ഉണ്ടാകുമെന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ സഖ്യകക്ഷികൾ പൂർണ്ണമായും തങ്ങൾക്ക് ഒപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ രണ്ട് സർക്കാരുകളിലെ NDA സർക്കാരുകൾ, രണ്ട് BJP സർക്കാരുകളെന്ന് മോഹൻ വർഗീസ് സൂചിപ്പിച്ചത് മനു, ഈ BJP സർക്കാർ എന്നാണ്. BJP സർക്കാരുകൾ എന്നല്ല, ഈ രണ്ടു സർക്കാരുകൾക്ക് അപ്പുറത്തേക്ക് ഒരു അപ്രമാദിത്യം ഘടകകക്ഷികൾക്കുണ്ടാകുന്നു. അവിടെ കിങ് മേക്കർമാരായി ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും വരുന്നു. BJP അവഗണിച്ചിരുന്ന ഘടകകക്ഷികൾക്ക് മേധാവിത്വം വരുന്ന പശ്ചാത്തലമുണ്ട്. അവരിൽ ഒരാൾ പാലം വലിച്ചാൽ സർക്കാർ താഴേക്ക് പോകും. അത് സ്വാഭാവികമായി സംഭവിക്കും. അങ്ങനെ ഉണ്ടായാൽ തന്നെ അപ്പോൾ അവരെ കരുതേണ്ടി വരും. അവർ ചോദിക്കുന്നത് കൊടുക്കേണ്ടി വരും. പോളിസികൾ നടപ്പിലാക്കുമ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും അടക്കം അവരുടെ വാക്കുകൾ കേൾക്കേണ്ടി വരും. അപ്പോൾ പൂർണ്ണമായും മോദി സർക്കാർ, BJP സർക്കാർ എന്ന അവകാശവാദം ഈ മോദി 3.0 ഇല്ലാതാവുകയാണ്. അല്ല, അത് സ്വാഭാവികമായും അത്തരം ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെയും ഈ സർക്കാരിൻ്റെ ഭൂരിപക്ഷം പ്രധാന വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് BJP MP-മാർ തന്നെയായിരുന്നു. അതിൽ ആകെ ഇപ്പോൾ നമുക്ക് ഈ അനുപ്രിയ പട്ടേലോ അല്ലെങ്കിൽ രാംദാസ് അത്തേവാലയെ പോലുള്ള ചില മന്ത്രിസ്ഥാനങ്ങൾ വഹിച്ചിരുന്നെങ്കിലും സ്വാഭാവികമായും BJP തന്നെയാണ് ഭൂരിപക്ഷ സീറ്റുകളും മന്ത്രിസ്ഥാനങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അത്തരത്തിലുള്ള ഒരു സാധ്യത ഇനിയില്ല. സുപ്രധാനമായ വകുപ്പുകൾ ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. ഒപ്പം അവർ ആവശ്യപ്പെടുന്ന ചില നീക്കങ്ങളുണ്ടാകും. മാത്രവുമല്ല, ഇനി BJP അതിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ ഇവരെ കൂടി വിശ്വാസത്തിൽ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നേരത്തെ പല കാര്യങ്ങളിലും സ്വന്തമായ അഭിപ്രായം എടുക്കുകയും അത് നടപ്പിലാക്കാനുള്ള ഒരു ധൈര്യവും BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇനി BJPയുടെ പല വിവാദമായ തീരുമാനങ്ങളും അല്ലെങ്കിൽ വിവാദമായിട്ടുള്ള ചില നേരത്തെ നൽകിയിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ ഇനി അത് എങ്ങനെ നടപ്പിലാക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചോദ്യം ഉണ്ടാവുകയാണ്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് 3-ാം തവണ ഇത്തരത്തിൽ വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആത്മവിശ്വാസം പകരുന്നു എന്ന തരത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുകയും മാത്രമല്ല ഈ ഇപ്പോൾ നഷ്ടമായിരിക്കുന്ന ഒരു പ്രതിച്ഛായ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതോടുകൂടി വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് കുറെ കൂടി ഉജ്ജ്വലമായി നിൽക്കും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിനുള്ളത്. അപ്പോൾ ഏതായാലും വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. അതായത് മോദി നേതാവായി തെരഞ്ഞെടുക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ NDA യോഗം ഡൽഹിയിൽ ചേർന്ന് കൃത്യമായ തരത്തിൽ രാഷ്ട്രപതിയെ കണ്ട് ഇന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേക്കും എന്ന സൂചനകൾ കൂടി പുറത്തു വരികയാണ്. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്.